நான் மனசு எல்லாத்தையும் மறந்துட்டேன். ஆனா என் குடும்பத்துக்கு ஒண்ணுனா எல்லாமே ஞாபகத்துக்கு வந்துடும். ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കിടിലനായിട്ടുള്ള ഓപ്പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ എന്തായാലും ഞാൻ ഇന്ന് ഓൾറെഡി നമ്മുടെ റൊണാൾഡോൻ്റെ കാർഡിന് ഇറക്കുന്നുണ്ട്, അതായത് നാഷണൽ ടീമിലുള്ള മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ മാച്ച് കളിക്കുക, അതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ 100 രൂപ കോയിനൊന്നും കളയേണ്ട, നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആരെ ഗോളീന് എടുക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ ബെസ്റ്റ് ഗോളീനെ പറ്റിയുള്ള ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്മൈക്കിളിലെ ട്രിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അടിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം മച്ചാമാരെ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. ഓൾഡ് ട്രഫോർഡാണ് ഞാൻ നമ്മുടെ സ്റ്റേഡിയം ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് ഒരു അടിപൊളി ഓപ്പോണ്ട് ആയിട്ട് നമ്മുടെ ഡേവിഡ്സ് ഒക്കെ ഉണ്ട് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു ഓപ്പോണ്ട് ആയിട്ട് ഞാൻ ഇതുവരെ കാണാത്തതാണ്. അപ്പോൾ ഗൈസ് ഇപ്രാവശ്യം നമ്മൾ ഗ്യാസ്പെർണി വേഴ്സസ് നമ്മുടെ ഡെഷാംസ് ആണ്. അപ്പം അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. വില്ല ബാറ്റി കോംബോയാണ്, പിന്നെ ഒഡേഗാർഡ് ഉണ്ട്, അബിയാറ്റി ഉണ്ട്, നമ്മുടെ റൊണാൾഡോ ഗൈസ് 2 റൊണാൾഡോ ഉണ്ട്, റൊഡ്രിഗർ ഉണ്ട്. അത്യാവശ്യം എഡ്ഗർ ഡേവിഡ്സ് ആണ് ഞാൻ അതിൽ വെച്ചതിൽ ഏറ്റവും നല്ലൊരു, ഞാനത് നോക്കി അത്യാവശ്യം നല്ലൊരു റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി നല്ലൊരു കിഡിലൻ ഓപ്പോണ്ടാണ്. അപ്പോൾ മച്ചാമാരെ എന്തായാലും നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് അവർക്കാണ് ടച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരെയും ലൈക്ക് അടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. സോ ഗൈസ് നമുക്ക് ഓൾറെഡി ഒരു വ്ളോഗ് ചാനലും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ മച്ചന്മാരെ, അപ്പോൾ ഫസ്റ്റ് അവർക്കാണ് ടച്ച് ഡേവിഡ് വില്ല. നമുക്ക് നോക്കാം, എഡ്ഗർ ആയതുകൊണ്ട് എല്ലാ പൊസിഷനിലും ഇറങ്ങി കളിക്കും പൊസിഷനിലും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി കളിക്കേണ്ടി വരും. എഡ്ഗർ ഡേവിഡ്സ് ടു റുഡ്രിഗർ ടു നമ്മുടെ കോസ്റ്റ് കട്ട ടു വീണ്ടും റുഡ്രിഗറിലേക്ക്. ഓക്കെ, നക്കാമുറ ഗൈസ്. ഈ ഒരു നക്കാമുറ നല്ലൊരു കാർഡാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഗൈസ്. അപ്പോൾ ഓക്കെ, കയറാൻ പറ്റിയില്ല. ബെക്കംബർ എടുത്തു. നക്കാമുറ ടു ബാറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, ബാറ്റി ഡേവിഡ് വില്ല കോംബോ ആട്ടോ മച്ചാമാരെ. ഗൈസ് ഇതിനകത്തൊരു കിഡിലെ എന്താ പറയുക, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്ഡേറ്റിന് ശേഷം കുറച്ചധികം പ്ലേയേഴ്സ് നല്ല ഫോമിലും മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള പ്ലേയേഴ്സ് ഏതൊക്കെയാണ്. നമുക്ക് ഓൾറെഡി ഗൈസ് ഈ ഒരു ഇതിൽ ഒരു കിഡിലെ ഗോൾ ഉണ്ട് നമ്മുടെ സുവാരസിൻ്റെ ഭാഗം. എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ തോന്നിയത് ഗൈസ്, ഞാൻ ഈ ഒരു മാച്ചിൽ റൊണാൾഡോനെ ഇറക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാർഡാട്ടോ മച്ചാമാരെ. നിങ്ങൾ ഉറപ്പായിട്ട് സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ റൊണാൾഡോൻ്റെ ഒരു കാർഡ്. എന്താ പറയുക, സാധാ കാർഡാന്ന് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എടുക്കാണ്ടിരിക്കേണ്ട നല്ലൊരു കാർഡാട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഈ ഒരു കിടിലൻ ഗോളായിരുന്നു ആദ്യം നമ്മുടെ സുവാരസ് അടിച്ചപ്പോൾ മച്ചാമാരെ 15ാം മിനിറ്റിൽ നമ്മുടെ സുവാരസ് അങ്ങനെ അണ്ണൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് സുര. അപ്പോൾ മച്ചാമാരെ എന്തായാലും ഡബിൾ ബൂസ്റ്റർ കാർഡാട്ടോ. അപ്പോൾ ഓൾറെഡി കേസ് ഈ ഒരു കാർഡൊക്കെ ഉള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഗ്രീസ്മാൻ നമ്മുടെ റോബർട്ടോ കാർലോസ് സുവാരസിൻ്റെ ഒരു കോംബോ ആയിരുന്നു ഗോള്. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ പിക് ടൈം മെസ്സിൻ്റെ കാര്യം പ്ലെയർ പ്രോഗ്രഷൻ ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഓൾറെഡി കാണിച്ചായിരുന്നു കേട്ടോ മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നമ്മുടെ ഇതിലേക്ക് നടക്കാം. ഡേവിഡ് വില്ല ടു എഡ്ഗർ ഡേവിഡ്സ് റുഡ്രിഗർ ഗൈസ്. ഓൾറെഡി നമ്മുടെ ഒഡേഗാർഡ് ആയിരുന്നു. പയ്യൻസ് ഫസ്റ്റ് ഹാഫ് റുഡ്രിഗിന് ഇട്ടു. ബെല്ലിംഗം ടു മെസ്സി, കഫു ടു മെസ്സി ടു സുവാരസ്, അണ്ണൻസ്, ബെല്ലിംഗം ടു ഗൈസ്. പിന്നെ കിട്ടിയില്ല നമ്മുടെ ബെക്കംബർ, ഡേവിഡ്സ്, വില്ല, ഗ്രീസ്മാൻ, അതുപോലെ ഡേവിഡ് വില്ല. ഓക്കെ, റൊമി ഗൈസ്. ഈ ഒരു കാർഡിൽ എല്ലാം ഉണ്ട് കേട്ടോ. നക്കാമുറ അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ബെക്കാം, ജെറാഡ്, ബെല്ലിംഗം, മെസ്സി ഗൈസ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഓൾറെഡി ഇൻട്രോയൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയുണ്ട് നോക്കി ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആരോ അടിച്ചു കളഞ്ഞു, ആരോൺ മാൻ ബിസാക്കയാണ് അടിച്ചു കളഞ്ഞത് മച്ചാമാരെ. അപ്പോൾ എന്തായാലും ഒരു ഗോൾ ഇട്ടിട്ടുണ്ട്. 25ാം മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു ബെല്ലിംഗം ടു റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മാൻ. ഓഫ് സൈഡ് ആയിപ്പോൾ അവിടെ നല്ലൊരു ചാൻസ് കിട്ടണ്ടായിരുന്നു മച്ചാമാരെ. നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷേ ഓഫ് സൈഡ് ആയിപ്പോയി ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ലൈവ് വന്നായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചാനൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും നമ്മുടെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിരിക്കുക. എന്തായാലും ഞാൻ 8 മണിക്കാകുമ്പോഴത്തേനാണ് ഇന്നലെ ലൈവ് വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉഷാറാവട്ടെ ഗൈസ്. അപ്പോൾ കിട്ടിയ ചാൻസ് ഞാൻ വെറുതെ കൊണ്ടേ കളഞ്ഞല്ലോ. അത് ഒരു സ്റ്റണ്ടിങ് ഷോട്ട് അടിക്കായിരുന്നു, നല്ലൊരു ബ്ലിറ്റ്സ് അടിക്കായിരുന്നു. അത് ആവശ്യമില്ലാണ്ട് അതെങ്ങനെയാണെന്ന് അറിയുമോ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് നടക്കില്ലേന്ന് ഓർത്തിട്ട് കളഞ്ഞതാണ് മച്ചാമാരെ. അപ്പോൾ എഡ്ഗറിനെ ആരാണ് അത് വീഴ്ത്തി? ജെറാഡാ ഗൈസ്. അപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മുടെ റോബർട്ടോ കാർലോസ്, ജെറാഡ് ടു ബെക്കാം ടു മെസ്സി ടു നമ്മുടെ സുവാരസ് ടു മെസ്സി. ഓക്കെ, കഫു, കോസ്റ്റ് കട്ട
ഗൈസ് എടുക്കുമോ ബാറ്റി? ഗൈസ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിങ്ങൾ നമ്മുടെ വേൾഡ് വൈഡ് ആരും എടുത്ത ബാറ്റിയാണോ അബിയാട്ടിയാണോ? അബിയാട്ടീനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓപ്പോണൻറ്റ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ കൂടി ആട്ടോ. എനിക്ക് അബിയാട്ടീനെ വെച്ച് നമ്മൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തിട്ടില്ല ഗോളി. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഗൈസ്, എൻ്റെ പൊന്നു മോനെ ഈ ഒരു മാച്ചിൽ നമ്മുടെ സുവാരസ് അണ്ണൻ പവറായിരുന്നു ഗൈസ്. അതും നോക്കിയോ കറക്റ്റ് എന്താ പറയുക ലെഫ്റ്റ് അടിച്ച് കയറ്റി ഗോൾ. അത് ഞാൻ വിചാരിച്ചു പോയില്ല കേട്ടോ, അബിയാട്ടിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്ഡേറ്റിന് ശേഷം അത്യാവശ്യം കുറേ പ്ലേയേഴ്സ് പവർ കൂടുകയും കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഡെഷാംസ് മാനേജറിൻ്റെ ഇപ്പോൾ പവർ കുറച്ചും തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പക്ഷേ അതിന് അടുത്തൊരു ചാൻസ് ആയിരുന്നു നമ്മുടെ സുവാരസിനെ. പക്ഷേ ഇത് നോക്കിയോ സുവാരസിനെ, പക്ഷേ ഇത് അടിക്കാൻ പറ്റിയില്ല. നമ്മുടെ എഡ്ഗർ അവിടെ വന്ന് നമുക്കൊരു ബ്ലോക്ക് കിട്ടും ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴാണ് നമുക്ക് നോക്കാൻ നക്കാമുറ ടു ബാറ്റി റൊമി ഗൈസ്. അപ്പോൾ ഈ ഒരു മാച്ച് നമ്മുടെ ബാറ്റി പ്ലസ് വില്ല പ്ലസ് റൊമി കോംബോയാണ്. അപ്പോൾ എന്തായാലും ഓപ്പോണൻറ്റ് രണ്ടും കൽപ്പിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ സുവാരസിനെ വെച്ച് ആശാമാരെ 2 ഗോളാട്ടോ, 2 ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ 2 ഷോട്ട് അടിച്ചിട്ടുള്ളൂ, അവർ 1 ഷോട്ട് അടിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നമ്മുടെ ഓൾറെഡി ഇതുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ സ്കോട്ടിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും കാണാത്തതിന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ മച്ചാമ്പിലെ വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. ഇനിയിപ്പം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം. നമ്മുടെ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ബെയിലിനെയൊക്കെ ചെയ്യാൻ. അപ്പം നമ്മൾ ബെയിലിന് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ചെയ്യാതെ. പിന്നെ ക്ലൂവേർട്ട് ഞാൻ കുറേ നോക്കി, ആരും ക്ലൂവേർട്ടൊന്നും എടുത്ത് കണ്ടില്ല. ഏകദേശം ബെല്ലിംഗത്തിനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അബിയാട്ടി മച്ചാമാരെ, അപ്പോൾ വലിയ കുഴപ്പമില്ല, അബിയാട്ടി തട്ടിക്കളഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നല്ലൊരു ചാൻസ് കേട്ടോ ബെല്ലിംഗ് ഗൈസ്. ഈ ഒരു കാർഡ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇറക്കിക്കോട്ടെ, നിങ്ങൾക്ക് സേഫാണ്. ഈ ഒരു കാർഡിന് ഇതുവരെ കൊനാമി എന്താ പറയുക പവറൊന്നും വലിയതായിട്ട് കുറച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക പ്രോ പ്ലെയർ ആയിട്ട് കളിക്കുന്നവർക്കും ബിഗിനറായിട്ട് തുടങ്ങിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാർഡാണ്. ഞാൻ എന്താ ചെയ്യും കുറേ മാച്ചസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എത്രയോ ഗോളും അസിസ്റ്റൊക്കെ ഉണ്ട് ഈ ഒരു കാർഡിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ബെക്കാം ബാറ്റി ഗൈസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു ബെല്ലിംഗം റോഡ്രിഗർ എടുത്തു. പിന്നെ മച്ചാമ്പര ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഡിഫൻസ് കൂടി ഇല്ലാത്തെങ്കിൽ നമുക്ക് അത്യാവശ്യം കയറി അടിക്കായിരുന്നു. മെസ്സി ടു ബെല്ലിംഗം ടു അത് കിട്ടേണ്ട ചാൻസ് ആയിരുന്നല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡേവിഡ് ബെക്കാം ടു. ഓക്കെ നല്ലൊരു ചാൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു മാച്ചിൽ ഹാട്രിക് അടിച്ചിട്ടുണ്ട് നമ്മുടെ സുവാരസ്. അപ്പോൾ എന്തുകൊണ്ട് ഗൈസ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മുടെ സുവാരസിന്, സെക്കൻഡ് ഹാഫ് ഓൾറെഡി ഗൈസ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ ഓൾറെഡി റൊണാൾഡോൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് വെച്ചത്. അപ്പം റൊണാൾഡോനെ ഞാൻ ഈ ഒരു മാച്ചിൽ ഇറക്കുന്നുണ്ട് കേട്ടോ. അണ്ണനുണ്ട്, ആരും പേടിക്കേണ്ട, അണ്ണനുണ്ട്. 57 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സുവാരസ് അത്യാവശ്യം ഇപ്പം നല്ല ഫോമിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടുത്ത മാച്ചുകളിലൊക്കെ നമ്മൾ സുവാരസിനെ ഇറക്കിയത് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ സിംഗിൾ ബൂസ്റ്റർ സുവാരസ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാലോ ഗൈസ്, നമ്മൾ വരുന്ന ടൈമിൽ പവർ കുറയ്ക്കുന്ന കാർഡുകൾ പിന്നെ അതൊരു ത്രൂ പാസ് മതിയായിരുന്നു. റോഡ്രിഗർ ടു വില്ല, റൊമി, ഡിബ്രോണി ഗൈസ്. കഫൂന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ത്രോ പോയിട്ടുണ്ട്. അപ്പോൾ മച്ചവനെ ആദ്യമൊക്കെ പവർ ഇല്ലാത്ത കാർഡുകളൊക്കെ ഇപ്പോൾ പവറായി വരുന്നുണ്ട്. അതായത് സാബിയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഉറപ്പായിട്ട് ഇറക്കുക. ആരും ഇറക്കാണ്ടിരിക്കേണ്ട നല്ലൊരു കാർഡുകളൊക്കെയാണ്. ജെറാഡ് ടു ആഡംസ് എടുത്തടാ ഗൈസ്. അപ്പം തിങ്കളാഴ്ചത്തെ പാക്ക് നിങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ഇനീസ്റ്റ ഉണ്ട്, പിന്നെ വാൻഡേവാർട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉഷാറാക്കണം. ഡിബ്രോണി ഗൈസ് 68 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ബ്ലോക്ക് ചെയ്ത ഗൈസ്. ഓക്കെ അടിച്ച് പറപ്പിച്ചിട്ടുണ്ട്. കഫു ടു ബെക്കാം അല്ല റോമി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം മെസ്സിക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ റോഡ്രിഗർ ടു ഡിബ്രോണി ടു പോസ്റ്റ് കട്ട റോമി ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മുടെ ബെക്കാം. ഓക്കെ ബെക്കാം ടു ആശോ ഇത്രയും കഷ്ടപ്പെട്ട് അവിടേക്ക് അടിച്ചിട്ട് ഡേവിഡ് അല്ല കിട്ടി ജെറാഡ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് മാച്ചുകൾ നിർത്തുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഗൈസ്. അപ്പോൾ ബാറ്റ് ചെയ്യേണ്ടത് ഗ്രീസ്മാൻ പിടിച്ചു. ഗൈസ് അപ്പോൾ 77 മിനിറ്റ് നമ്മുടെ ഗ്രീസ്മാൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നല്ലൊരു ഗോൾ കേട്ടോ. നമ്മുടെ ഫ്രാൻസിൻ്റെ പാക്കാണ്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ. നല്ലൊരു മാച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു കാർഡുള്ളവരൊക്കെ ഇറക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ആശാനെ ഇറക്കിയിട്ടുണ്ട്, നമ്മുടെ റൊണാൾഡോനെ, എംബാപ്പേനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ
നമ്മൾ റൊണാൾഡോനെ ഇറക്കി ഗൈസ്. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ കൂടി കേട്ടോ നമ്മുടെ റൊണാൾഡോനെ. എഡ്ഗർ ഡേവിഡ്സ് ടു ഗൈസ് ഇപ്പം കിട്ടിയിട്ടുണ്ട്. സ്റ്റോയിച്ച്കോ ടു മച്ചാമാരെ. ഞാൻ ഈ ഒരു മാച്ചിൽ നമ്മുടെ റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കാൻ കുറച്ച് ചാൻസുകൾ ഒരുക്കി, പക്ഷേ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് 83 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റൊമി ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. കാർലോസ്, ഓക്കെ, സാബി അലോൺസോ ഗൈസ്. അപ്പോൾ ഇത്രയും നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. കൊനാമിയുടെ ഇപ്പോൾ ഇത്തിരി ഒരു ഇതൊക്കെ തോന്നി തുടങ്ങി, ഇഷ്ടമൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കൊനാമി ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല, കുറച്ചൊക്കെ മായൊക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോയിച്ച്കോവിന് കിട്ടുമോ ഗൈസ്? അബിയാട്ടി ഇറങ്ങി ഒന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അബിയാട്ടീനെ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഗോളി എങ്ങനെ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു കാർഡിൽ ആരും അബിയാട്ടീനെ പറ്റി വലിയ പറയുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുത്തവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഗൈസ് എല്ലാ കാർഡും മോശമെന്നല്ല, ചില കാർഡുകൾ യൂസ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. ഗ്രീസ്മാൻ, മച്ചാമാരെ അപ്പോൾ നോക്കിയപ്പോൾ അടിക്കാൻ പറ്റിയില്ല. ഗ്രീസ്മാൻ നല്ലൊരു ഷോട്ട് അടിച്ചത്. ഞാനത് റൊണാൾഡോനെ കൊണ്ട് അടിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ. അപ്പോൾ മച്ചാമാരെ എന്തായാലും ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാണ് ലീഡ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 ഗോൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി ഡിവിഷൻ വീണ്ടും പ്രൊമോഷനായി. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടെ നിങ്ങൾ എത്ര ഡിവിഷൻ എന്ന്. എന്തായാലും നമ്മൾ റാങ്ക് ആയിട്ട് കളിക്കണം മച്ചാമാരെ. നമ്മൾ കൂടുതൽ ലൈവിൽ കോമാച്ച് ആയതുകൊണ്ട് റിയൽ സെഞ്ചു എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നിങ്ങളെല്ലാവരും വരിക. അതിലാണ് നമ്മൾ മാച്ചസ് കൂടുതലും. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ 6 ഷോട്ടോട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബറുമായിട്ട് കളിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.